12:45 രാത്രി മരിച്ചെന്ന് ഡിക്ലെയർ വരുന്നത് 12:45. 2 മാസമായുള്ളൂ. രണ്ടുപേരും 2 കൊല്ലപ്പെട്ട ഒരാഴ്ച വെച്ച് അല്ലല്ല. മൂത്താൾ നേരത്തെ പോയി, ഇയാൾ ഈ മരിച്ചാൾ ഒരാഴ്ച കഴിഞ്ഞ് പോയി. രണ്ടുപേരും അഗ്രികൾച്ചർ പർപ്പസിന് പോയത്. അഗ്രികൾച്ചർ തന്നെയാണ്. അഗ്രികൾച്ചർ. ഇസ്രായേലിലേക്ക് എവിടത്തേക്കാണ് എനിക്കറിയത്തില്ല. രണ്ടുപേരും അഗ്രികൾച്ചർ ജോബിനാണ് പോയത്. രണ്ടുപേർക്ക് അത് തന്നെയാണ്. ഇത് രണ്ടാമത്തവൻ ഏറ്റ ഇളയാണ് അബുദാബിയിലാണ്. പുള്ളി അവിടെ ബാങ്കിൽ വർക്ക് ചെയ്യണം. എവിടെ? ഇസ്രായേലിലുള്ളത് ഇപ്പം മരിച്ചവൻ്റെ അനിയൻ പുള്ളി അവിടെ ഉണ്ട്. പുള്ളിയുടെ പേര് അഖിൽ. പുള്ളിയാണ് അല്ല, ഇത് നിബിൻ മറ്റേ അഖിൽ. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട മലയാളി നിബിൻ മാക്സ്വെല്ലിൻ്റെ അച്ഛൻ ആണ് സംസാരിച്ചത്. ഇവർ 2 മക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിലൊരാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിലെ മിസൈൽ ആക്രമണത്തിലാണ് നിതിൻ കൊല്ലപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അരുൺ രാജാണ് ഇപ്പോൾ കുടുംബവുമായി സംസാരിച്ചത്. അരുൺ രാജ് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. വലിയ സങ്കടകരമായ കാര്യമാണ്. അവിടെ കൃഷി സംബന്ധമായ ജോലികൾക്കായാണ് ഇവർ പോയത്. ഇവിടെ നിന്ന് ഒരുപാട് പേർ മലയാളികൾ അങ്ങനെ പോകുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. അപ്പോൾ അവരെവിടെയായിരുന്നു? ഇത്തരം കാര്യങ്ങൾ ഇനി എപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ, നടപടികളൊക്കെ ആവുക? ആ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് അരുൺ രാജിനോട് ചോദിച്ചറിയാം. അരുൺ, നിബിന്റെ മൃതദേഹം എപ്പോൾ നാട്ടിലെത്തിക്കുമെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം? സ്മിത, പ്രവിത, 4 ദിവസമെങ്കിലും മൃതദേഹം നാട്ടിലെത്തിക്കാൻ എടുക്കും എന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ നിബിലിൻ്റെ സഹോദരൻ നിലവിൽ ഇസ്രായേലിൽ തന്നെയാണുള്ളത്. ഇവർ രണ്ടുപേരും ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പിലാണ് ഈ ഇസ്രായേലിലേക്ക് ജോലിക്കായി പോയത്. ഈ ജോലിക്കായി പോകുന്നതിനിടയിലാണ് ഈ മരണവിവരം കഴിഞ്ഞ ദിവസമാണ് 4 മണിയോടെയാണ് മരണവിവരം അറിയുകയും ചെയ്യുന്നത്. ഈ അവിടുത്തെ നടപടികൾ പൂർത്തിയാക്കി ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാൻ 4 ദിവസമെങ്കിലും എടുക്കും എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോൾ ഈ നിബിലിൻ്റെ പിതാവ് ആന്റണി മാക്സ്വെൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്നാണ് അവസാനമായി മകൻ വിളിച്ചത്? ഇന്നലെ ഉച്ചയ്ക്ക് 4 മണി. ഞാൻ മോനെ വിളിക്കുന്നത് ഒരു 12:20 ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ 2ാമത്തെ മോനെ വിളിക്കുന്നു. വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ 4:30 മണിയായപ്പോഴത്തേക്കാണ് മൂത്തവൻ എന്നെ വിളിക്കുന്നത്. മൂത്തവൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവനിങ്ങനെ ആക്സിഡൻ്റ് ആകാൻ വേണ്ടി പറയുന്നത്. പിന്നെ വിളിക്കുന്നത് അപ്പം ഞങ്ങൾ കണ്ടിന്യൂ വിളിച്ചുകൊണ്ടിരിക്കുക. സംഘർഷ സാധ്യത ഉണ്ടെന്ന് നേരത്തെ വിളിച്ച സമയത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോകുന്നുണ്ട്. അവരും മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങോട്ടൊന്നും പ്രശ്നമില്ല. അങ്ങോട്ടാണ് ഇത് ഇസ്രായേലിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ടൊന്നും വരുന്നില്ലെന്നാണ് മോൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു പ്രാവശ്യം ഹിസ്ബുള്ളയുടെ എന്തോ ഒരു വന്നു വീണ് കുറച്ച് കോഴി ഫോമൊക്കെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല, ഇവരെ തിരിച്ച് മാറ്റി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ സഹോദരൻ നിലവിൽ അവിടെ ഉണ്ടല്ലോ. അവിടുത്തെ നടപടികളൊക്കെ അടക്കം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? മോൻ പറയുന്ന 4 ദിവസം എടുക്കുമെന്ന് പറയുന്നത്. നമുക്കറിയത്തില്ല എന്താ 4 ദിവസം എടുക്കുന്നത്. എംബസിയും ഇസ്രയേൽ എംബസി പിന്നെ ഇന്ത്യൻ എംബസിക്കായിട്ട് കോൺടാക്ട് ചെയ്ത് പിന്നെ അവിടുത്തെ പേപ്പർ വർക്ക് വിദേശത്തായിരുന്നു. ഇസ്രയേലിലേക്ക് പോകുന്നത് ജോലി ലഭിച്ച് കാർഷിക മേഖലയിലേക്ക്. അതെ. മോൻ മൂത്തൻ വന്ന് ബാംഗ്ലൂരിലായിരുന്നു, മറ്റേ വിദേശത്തായിരുന്നു. ഈ ജോലി വന്ന സമയത്താണ് അവൻ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് വന്നിട്ടാണ് ഇസ്രയേലിലേക്ക് പോകുന്നത്. മൂത്ത മകൻ അവിടേക്ക് പോയിട്ടുണ്ടോ? എവിടെ? ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിബിലിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടോ? അവർ തമ്മിൽ പരസ്പരം കണ്ടു. ഇത് 2 മാസമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പരസ്പരം കണ്ടിട്ടില്ല. കാരണം 2 ബോർഡറിൽ കിടക്കുന്നത്. ഇപ്പോൾ പരസ്പരം കാണാൻ പറ്റിയിട്ടില്ല. നിബിലിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. അതെനിക്ക് ഹോസ്പിറ്റലായിരിക്കും എൻ്റെ വിശ്വാസം. എനിക്ക് പ്രോപ്പറായിട്ട് സ്പോൺസർമാരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റി? ഇല്ല, ഞാൻ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. പിള്ളേരെ മോൻ ബന്ധപ്പെടുന്നുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് ബന്ധപ്പെടാൻ പറ്റും. എംബസിയിൽ നിന്ന് എന്തെങ്കിലും ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചില്ല? ഒന്നും വന്നിട്ടില്ല. മകൻ വിളിച്ചു പറഞ്ഞു? മോൻ വിളിച്ചു പറഞ്ഞു. എംബസിയിൽ നിന്നൊന്നും വന്നിട്ടില്ല. സ്മിത, പ്രവിത, നിലവിൽ ഈ മൂത്ത മകൻ നിലവിൽ ഇസ്രായേലിലാണുള്ളത്. മകൻ പറഞ്ഞ വിവരത്തിൻ്റെ അടിസ്ഥാനം മാത്രമാണ്, അല്ലെങ്കിൽ ആ വിവരം മാത്രമാണ് ഇപ്പോൾ രക്ഷിതാവിനും രക്ഷിതാക്കൾക്കും കുടുംബത്തിനും ഉള്ളത്. 2 മാസത്തിന് മുമ്പാണ് ഇരുവരും ജോലി അന്വേഷിച്ച് ഇസ്രായേലിലേക്ക് പോകുന്നത്. ജോലി ലഭിച്ച് ഇസ്രായേലിലേക്ക് പോകുന്നത്. തുടർന്ന് അവിടെ ജോലി ചെയ്ത് വരികയായിരുന്നു. അവിടെ മറ്റ് സംഘർഷ സാധ്യതകളില്ല എന്നുള്ളതാണ് അവസാനമായി ഇന്നലെ വിളിച്ചപ്പോൾ പോലും പിതാവിനോട് നിബിൽ വ്യക്തമാക്കിയത്. ഇതിനിടയിലാണ് ഒരു ദാരുണമായ അല്ലെങ്കിൽ ഒരു വിഷമകരമായ സംഭവം അവിടെ ഉണ്ടാവുകയും ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ 4 ദിവസമെങ്കിലും എടുക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി.
അരുൺരാജാണ് വിവരങ്ങളുമായി ചേർന്നത്. നിബിൻ മാക്സ്വെല്ലിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ ഇനിയും കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബം പറഞ്ഞത്. ആശുപത്രിയിലുണ്ടെന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ അരുൺരാജ് ഇപ്പോൾ ഈ 2 മക്കൾ പോയി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു മകന് നല്ല ജോലി ആയിരുന്നു, പക്ഷേ ഈ ഒരു ഓഫർ വന്നപ്പോൾ അവർ ഒരുമിച്ച് പോകുന്നു. പക്ഷേ 2 ഇടത്താണ്. ഈ ജോലിയുടെ കാര്യമൊക്കെ ഇവിടുന്ന് പറഞ്ഞതും ആ രീതിയിൽ ജോലിയിൽ അവർ പ്രവേശിച്ചിരുന്നു, അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടായത്. ആ രീതിയിലാണോ ഇപ്പോൾ വിവരങ്ങൾ വരുന്നത്? ജോലി തുടങ്ങിയിരുന്നു അവിടെ ചെന്നിട്ട്, അതൊക്കെ നന്നായി തന്നെ പോയിരുന്നു. സ്മിത 2 മാസം മുമ്പാണ് ജോലിയിൽ പ്രവേശിച്ചത്. തുടർന്ന് ഇവർ ഇരുവരും ജോലി ചെയ്ത് വരികയായിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ നേരത്തെ മൂത്ത മകൻ വിദേശത്തും അതുപോലെ തന്നെ രണ്ടാമത്തെ മകൻ ബാംഗ്ലൂരിലുമാണ് ജോലി ചെയ്ത് വന്നത്. ഇതിനിടയിലാണ് ഈ ഇസ്രയേലിൽ നിന്ന് ഒരു ഫാമിൽ കൃഷി ഫാമിലേക്ക് ഒരു ജോലി ഓഫർ ലഭിക്കുകയും ഇരുവരും ഒരാഴ്ചത്തെ ഗ്യാപ്പിലാണ് ഇരുവരും ഇസ്രയേലിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ ആ സമയത്തൊന്നും ഇത്തരമൊരു സംഘർഷ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങളൊന്നും ഇവർ നിൽക്കുന്ന മേഖലയിൽ ഉണ്ടാകില്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഉറപ്പ് ഇവർക്കുണ്ടായിരുന്നു. ഇവർ ഈ കാര്യം ബന്ധുക്കളോടക്കം വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ പിതാവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 12:45 പോലും ഈ പിതാവിനോട് സംസാരിച്ചതാണ് നിബിൽ. ഇതിനുശേഷമാണ് 4:45 ഈ വീട്ടിലേക്ക് ഒരു മരണവാർത്ത എത്തുന്നത്. ഇത്തരമൊരു മിസൈൽ ആക്രമണം ഉണ്ടായെന്നും തൻ്റെ മകൻ ഇളയ മകൻ മരണപ്പെട്ടു എന്നുള്ള വിവരം വീട്ടിലേക്ക് എത്തുന്നത് മൂത്ത സഹോദരൻ വിളിച്ചു പറഞ്ഞപ്പോൾ മാത്രമാണ്. ഔദ്യോഗികമായൊരു വിശദീകരണമോ നിലവിൽ ഇതുവരെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ രക്ഷിതാവിനോ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവുമായി പോലീസുമായി സംസാരിച്ചപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് എംബസിയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തി ഈ വിവരം പ്രാഥമികമായി ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഔദ്യോഗിക നടപടിക്രമങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. കാരണം ഈ വിവരം എംബസി മുഖാന്തരം വീട്ടുകാരെ ബോധ്യപ്പെടുത്തുക, ഇതിനുശേഷം ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ, അത് ഇനി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളടക്കം ബന്ധുക്കളുടെ കൂടി ആലോചനയുടെ അടിസ്ഥാനത്തിലേക്ക് നടക്കുക. നിലവിൽ ഈ സ്ഥലത്ത് ഇപ്പോൾ ഈ നിബിലിനെ കൊണ്ടുപോയ സ്പോൺസർ സ്ഥലത്തെത്തുകയും ആശുപത്രിയിലെത്തി ഈ നടപടികൾ ഈ വേഗത്തിലാക്കാനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. അരുൺരാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ ഗസയിൽ ഈ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തുടങ്ങി ലോകത്തെല്ലായിടത്തുമുള്ളവർ, അതുകൊപ്പം തന്നെ നമ്മൾ മലയാളികളും വല്ലാതെ വേദനയോടെയാണ് ഈ വാർത്തകളൊക്കെ തന്നെ കാണുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ സംഭവിക്കുന്നത് പോലെ ഒരു പ്രശ്നമായി മാറുന്നു. ഇസ്രയേലിലാണ് ഈ മിസൈൽ ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിലാണ് ഇപ്പോൾ നിബിൻ കൊല്ലപ്പെട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.